സ്പെഷ്യൽ ഡിബേറ്റ് തുടരുമ്പോൾ സംവിധായകൻ VC അഭിലാഷൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ VC അഭിലാഷ്, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള ഒരു പേര് ചെറുതല്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയുടെ ഒരു ചരിത്രം എഴുതാനൊട്ട് സാധിക്കുകയുമില്ല. പക്ഷെ അതിനർത്ഥം എന്തും പറയാം, അല്ലെങ്കിൽ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സോടുകൂടി ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം എന്നുള്ളതാണോ? KPMS അടക്കമുള്ളവർ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ അടൂരിനെ പോലെ ഒരാളുടെ കോലം കത്തിക്കുകയും ചെരുപ്പുമാല അണിയിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ കാണുന്ന മലയാളി പ്രേക്ഷകർക്ക് പോലും വിഷമമുണ്ടാകും. ചില വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ്. എങ്ങനെയാണ് ആ പറഞ്ഞ പരാമർശത്തിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യമേ പറയട്ടെ, ഈ ചർച്ചയുടെ തുടക്കം ഒന്നും എന്താ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ വർത്തമാനം ഇരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് പുഷ്പവതിക്കെതിരെ അടൂർ നടത്തിയ പ്രസ്താവന പറ്റി ഞാൻ അത് ആദ്യം പറയാം. അത് വളരെ നീചവും ജനാധിപത്യ വിരുദ്ധവും പ്രതിഷേധാർഹവും ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഒരു നിലവാരമില്ലാത്ത ആ ഒരൊറ്റ പ്രസ്താവനയുടെ മേൽ അടൂരിനെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടുന്ന പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്തും ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഈ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു സവർണ വരേണ്യ മനോഭാവം എന്നതുമായി വിശ്വസിച്ച ആളാണ് ഞാൻ. ഇന്ന് പല മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോഴും ആളുകൾ ചോദിച്ചപ്പോഴും അവരോടൊക്കെ പറഞ്ഞ മറുപടി തന്നെയാണിത്. എന്നാൽ ഇന്നലത്തെ പ്രസ്താവന മുഴുവനായി, ആ പ്രഭാഷണം മുഴുവനായിട്ട് കേട്ട ഒരാളാണ് ഞാൻ. അപ്പോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം അല്ലെങ്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് തരത്തിലുള്ള തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ. എനിക്ക് ആ പ്രഭാഷണം കേട്ട് നിൽക്കുമ്പോൾ എനിക്കത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ഈ വളച്ചൊടിക്കലിനൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട എതിരെ നിൽക്കുന്നവർക്കൊപ്പം നമ്മൾ കൂടുന്ന, അവർക്ക് അടി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോ ഈ വളച്ചൊടിക്കുന്ന വാർത്തകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു. അല്ല അഭിലാഷ്, അതിലൊരു ഒരു പ്രശ്നം, ബാക്കി എല്ലാ സമയത്തും നീചമായിട്ടുള്ള പരാമർശം നടത്തി, വരണ്യ ബോധ്യത്തോടെ പരാമർശം നടത്തി എന്ന് പറയുകയും ഇതിനകത്ത് ശരിയായില്ല എന്ന് പറയുന്നത് താങ്കളുടെ ബോധ്യം മാത്രമാകാനല്ലേ സാധ്യത? ചാലയിലുള്ള ആൾക്കാരെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ഒന്നും താൻ മാറുന്നേയില്ല എന്നാണ് ശ്രീ അടൂർ പറയുന്നത്. അങ്ങനെ സൗകര്യമുള്ള ഒരു പോർഷൻ എടുത്ത് അത് മാത്രം മാധ്യമങ്ങൾ അങ്ങ് വളച്ചൊടിച്ചു, ബാക്കിയെല്ലാം പുള്ളി പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അങ്ങനെയല്ല. നിങ്ങൾ ആ സംഭാഷണം, ആ പ്രസംഗം ആളുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ പ്രഭാഷണത്തിന്റെ അവസാനം ഉണ്ടായിരുന്നല്ലോ. അതിൽ അദ്ദേഹം വീണ്ടും ആ കുട്ടികളെയും അവിടുത്തെ ജിജോയ് അടക്കമുള്ള ആൾക്കാരെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചല്ലോ. നിങ്ങൾ എപ്പോഴാണ് അത് വാർത്തയാക്കിയത്? ഈ ജാതി അധിക്ഷേപം എന്ന് പറയുന്ന ഒരു വാർത്ത അവിടെ എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊന്ന് വിശദീകരിച്ചു തരാൻ ഞാൻ അതിനകത്ത് മറ്റു ചാനലുകളുടെ അല്ലെങ്കിൽ ഞാൻ അതിനിടയിൽ പെട്ടെന്ന് ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകത്തിന്, ഒരു സംസാരത്തിന് ഒരു ഘടന ഉണ്ടാവുമല്ലോ. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അർത്ഥം തെറ്റും. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ പുഷ്പവതി പ്രതിഷേധിക്കുന്നു സദസ്സിന്റെ ഇടത് സൈഡിൽ നിന്ന്. അദ്ദേഹം പെട്ടെന്ന് സ്റ്റക്കാവുന്നു, അങ്ങോട്ട് നോക്കുന്നു. പിന്നെ അതിനർത്ഥം വേറെ രീതിയിൽ മാറുന്നു. വിത്തിൻ ഒരു 5 മിനിറ്റിനുള്ളിൽ മാതൃഭൂമിയിൽ വാർത്ത വരുന്നു, അത് അടൂർ വിദ്വേഷ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. നോക്കുക പറഞ്ഞ, ഞാൻ അടൂരിന്റെ സിനിമകളെ മാത്രം അല്ലെങ്കിൽ അടൂരിന്റെ സിനിമ എടുപ്പ് അല്ലെങ്കിൽ ഒരു പരിപൂർണ സംവിധായകൻ എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹത്തെ കാണുന്ന, വ്യക്തിപരമായ അടൂരിന്റെ ദോഷങ്ങളെ കുറിച്ച് കാലങ്ങളായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതിപ്പോ ഞാൻ പൂർണ്ണമായും കണ്ട കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോപ്പുലർ ഒപ്പീനിയനോടൊപ്പം എനിക്ക് നിൽക്കാമല്ലോ. ഞാൻ നിൽക്കാത്തത്, ഇത്രയും ശക്തമായിട്ട് എനിക്കെതിരെ ആളുകൾ പലരും എന്നെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളടക്കം, ഡോക്ടർ ബിജു അടക്കമുള്ള, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ബിജു ചേട്ടൻ അടക്കമുള്ള ആളുകൾ അത് അഭിലാഷ് കേട്ടത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ കേട്ടതിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ജാതിബോധം ഇല്ലെന്ന് ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. സവർണ മനോഭാവമുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹമെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്, അടൂരിന്റെ സിനിമകളെല്ലാം ഇനി റീവാച്ച് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ.
അന്ന് ഇപ്പൊ ഈ KR നാരായണൻ ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിഷയത്തിൽ ആ കുട്ടികൾക്കൊപ്പം നിൽക്കാത്ത പലരും, അന്ന് ആ കുട്ടികൾ പിന്തുണ അഭ്യർത്ഥിച്ചിട്ട് പോലും അതിനൊപ്പം നിൽക്കാത്ത പലരും ഇപ്പൊ ഈ വിഷയത്തില് സഭയായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് ആ വിഷയത്തിൽ ഒരാരും കൂടെ നിൽക്കാതിരുന്നു? ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊപ്പം പതിവാണ്. ആ പരിപാടിക്ക് ഞാനില്ല. ഒരു മുൻകാല മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിവാദത്തിന് പിറകിൽ അജണ്ട എന്താണ്? ഈ വിവാദത്തിന് പിന്നിൽ മാധ്യമങ്ങൾക്ക് എല്ലാ കാലവും അജണ്ട എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്നൊരു വാർത്ത കിട്ടണം. അടൂര് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഞാൻ കാണുന്നത്, ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ കേരള ഗവൺമെന്റ് നടത്തിയ മാതൃകാപരമായിട്ടുള്ള ഒരു സംരംഭമായിരുന്നു ഈ ഫിലിം കോൺക്ലേവ്. അത് വലിയ പരിപൂർണ വിജയമായിരുന്നു. അതിനെ അതിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ നടത്തിയ അജണ്ടയാണെങ്കിൽ മന്ത്രി ആർ ബിന്ദു അതിനൊപ്പം തുള്ളുമോ? മന്ത്രി ആർ ബിന്ദുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? വിശ്വചലച്ചിത്ര മന്ത്രിക്ക് അത് മനസ്സിലാവില്ലേ? അപർണ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇടപെട്ടു. ഈ ഇടപെട്ടത് ആ അർത്ഥത്തിലേക്ക് എടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്നത്. അത് ലംഘിക്കുകയാണ്. ഇനി നിങ്ങൾ ബിന്ദു മന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്കും കാര്യം മനസ്സിലായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ കാര്യം മനസ്സിലാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പ്രസംഗം ഞാൻ ചോദിക്കട്ടെ, എത്രയോ ആളുകൾ, ബ്ലസ്സി സാർ അടക്കമുള്ള ആളുകൾ, അതും പോട്ടെ, ഈ സദസ്സില് പുഷ്പവതി അല്ലാതെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവരാരും പ്രതികരിച്ചില്ലല്ലോ. എന്താണ് പ്രതികരിക്കാത്തത്? ഇനി അദ്ദേഹത്തിന്റെ ഒരു സവർണ മനോഭാവത്തിൽ ആ ഡയലോഗ് പറഞ്ഞതിനെ ന്യായീകരിക്കാമല്ലോ അദ്ദേഹത്തിന്. ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പോയപ്പോൾ അതിനെ ന്യായീകരിക്കാമല്ലോ. അയാൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ് പുള്ളി ചെയ്തത്. അതിനെ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എന്ന് അദ്ദേഹം ക്ലാരിറ്റി വരുത്തുകയാണ് ചെയ്തത്. ഞാനീ പറയുന്നത്, ഈ സർക്കാർ ആളുകൾക്ക് പണം കൊടുത്ത് സിനിമ ചെയ്യുന്നതിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്ന പോർഷൻ ഇന്നലെ അടൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അടൂരിന്റെ ജാതിബോധവും അടൂരിന്റെ എന്താണ് ജാതി അധിക്ഷേപവും ഒന്നും റദ്ദ് അതിനൊക്കെ ഞാൻ പൂർണ്ണമായി അടൂരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വിശ്വസിക്കുക. അതിന്റെ പേരിൽ ആ പോയിന്റ് അംഗീകരിക്കുന്നു. ധന്യ, എത്രയോ കാലത്തിനു ശേഷമാണ്, അല്ലെങ്കിൽ എത്രയോ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു സിനിമാ കോൺക്ലേവ് വരുന്നത്. സിനിമാ കോൺക്ലേവ് കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാദങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് ഇങ്ങനെ ഒരു വിവാദത്തിലൂടെ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ട്. ഒപ്പം തന്നെ ഈ രീതിയിലുള്ള പ്രതിഷേധത്തിന് എത്ര പേർ ഒരുമിച്ച് നിന്നു? ഒരു പുഷ്പാവതി പോയി പടത്തല്ലാതെ എത്ര പേർ അതിരുന്ന് കേട്ടു? എത്ര പേർ എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ ചോദിക്കുന്നു. VC അഭിലാഷിനെ പോലെ ഒരാളിത് പറയുന്നത്, പല മുൻകാല സമയങ്ങളിലും അടൂരിനെ വിമർശിച്ച ഒരാളാണ് താങ്കൾ, പക്ഷേ ഇപ്പോഴതല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു അനാവശ്യ ഹൈപ്പായിപ്പോയോ? KSFDC ഇവിടെ 50 വർഷമായിട്ട് ഇവിടെ ഫണ്ട് ചെയ്യുന്നുണ്ട്. മറ്റെത്രയോ മനുഷ്യർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ആ സിനിമ വിജയിച്ചോ ഇല്ലയോ, അവർക്ക് പൈസ കിട്ടിയോ, അതൊന്നും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പം ഈ 2 വർഷമായിട്ട് 3-4 പേർക്ക് 1,10,00,000 വെച്ച് കിട്ടിയ ഈ 3-4 സിനിമകളെ വെച്ചാണ് അദ്ദേഹം അളക്കുന്നത്. ആ അളവുകോലിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അതൊരു ഒന്ന് ഓർത്ത് നോക്കിയേ, മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ, ഈ 1.5 കോടിനെ വീണ്ടും പിരുത്ത് 50 ലക്ഷമാക്കി 3 പേർക്ക് 50 ലക്ഷം എന്നാണോ 50,000 എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ചെറിയ എമൗണ്ട് ആക്കിയിട്ട് 2-3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തൂടെ എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു സിനിമയുടെ A to Z അറിയാവുന്ന ഒരു മനുഷ്യൻ ഈ 50 ലക്ഷം രൂപയ്ക്കൊക്കെ സിനിമ എടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് 50 ലക്ഷം രൂപയാണോ എന്ന്? അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ബഡ്ജറ്റ് 50 ലക്ഷം രൂപയാണോ? അല്ലെന്നാണ്. എനിക്കൊന്ന് ഒരു കാര്യം ധന്യ അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും ധന്യ, ഞാനിപ്പോ അവസാനമായി എടുത്ത പടത്തിന് അദ്ദേഹം പറഞ്ഞ ബഡ്ജറ്റ് ആയിട്ടില്ല, ഈ 50 ലക്ഷം ആയിട്ടില്ല. അപ്പൊ ആ സിനിമ, ഒറ്റ കാര്യം കൂടി പ്ലീസ്, ഈ കഴിഞ്ഞ IFFK ആ സിനിമ മലയാളം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. നല്ല സിനിമയെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ അതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, 50 ലക്ഷത്തിന് മാത്രമല്ല 10 ലക്ഷത്തിന് ഇവിടെ സിനിമ എടുക്കാൻ പറ്റും മാഡം. അതങ്ങനെ എടുക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു നൈതികതയുണ്ട് ആ സിനിമ പ്രോസസ്സിങ്ങിന്. അത് ഒരുപാട് പണം ഉപയോഗിച്ച് ഫിലിം മേക്കിങ്ങിനെ ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് മാത്രം കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ഇതൊന്നും
അദ്ദേഹത്തിന്റെ ഉള്ളിലെ ജാതിബോധത്തിനെ അല്ലല്ല ശ്രദ്ധ ചെയ്യുന്നില്ല. അതെ, അദ്ദേഹം പറഞ്ഞതിലൊരു ഒരു ഒരു സെന്റൻസ് അഭിലാഷ് ശ്രദ്ധിക്കണം. അതായത് വെറുതെ കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വെറുതെ കൊടുക്കുന്നു പൈസ എന്ന് പറയുമ്പോൾ വെറുതെ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പൊതുസമൂഹം വിചാരിക്കും ഈ പൈസ കൊണ്ട് ഞങ്ങൾ തിന്നുവാണെന്ന്. അത് പൊതുസമൂഹത്തിന് അറിയത്തില്ല. ഇപ്പൊ നമ്മളൊരു ഡിസ്കഷൻ നടത്തുമ്പോൾ മാത്രമാണ് ഈ 1,10,00,000 രൂപ പോകുന്നത്. അത് ഓരോ ഘട്ടങ്ങളിലും അത് ഒരു വ്യക്തിക്ക് ഡയറക്ടറുടെ അക്കൗണ്ടിലേക്കല്ല പൈസ പോകുന്നത്. ഞാനാണ് സിനിമ എടുക്കുന്നതെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്കല്ല പൈസ വരുന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയില്ല. അങ്ങനെ ഞങ്ങളെ വംശീയമായി ഞാൻ ഇടപെട്ടൊന്ന് ചോദിക്കുന്നത്, ഇത് ഈ പരാമർശം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്പെസിഫിക്കേഷൻ ദളിതരെന്നും സ്ത്രീകളെന്നുള്ളൊരു ആ ഒരു പരാമർശം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അംഗീകരിക്കപ്പെടേണ്ട ഒരു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുഷ്പവതി, ആ സമയത്തുള്ള പുഷ്പവതിയുടെ ഇടപെടൽ പൗസ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സംഭാഷണം എനിക്ക് വേണമെങ്കിൽ ഇത് പോപ്പുലർ ഒപ്പീനിയനോടൊപ്പം നിൽക്കാം തന്നെ, അല്ലെങ്കിൽ അത് ശരിയാണ് അഭിലാഷ്. അത് പോസ് ചെയ്യപ്പെട്ടപ്പോ പിന്നെ നമ്മളിത് ഷെഡ്യൂൾ കാസ്റ്റിനും പിന്നെ നമ്മുടെ സ്ത്രീകൾക്കുമായിട്ടാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. അപ്പോ അദ്ദേഹം പറയാണ്, ആ പദ്ധതിയെ പറ്റി പറയാണ്, അത് ഷെഡ്യൂൾ കാസ്റ്റിനും ഇത് കൊടുക്കുകയാണ് എന്ന് പറയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ കേട്ടതും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒന്നാമത് നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയുടെ ഇടയിൽ നിന്ന് കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ആ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ കേട്ടിരുന്നെങ്കിൽ അതിനാരും മെനക്കെട്ടിട്ടില്ല. അത് ചലച്ചിത്ര അക്കാദമിയുടെ വെബ്സൈറ്റിലുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മളൊരു ഗ്രൗണ്ട് പിന്നെ ഞാൻ പുഷ്പവതിയോട് അത്രയും ബഹുമാനം, ഞങ്ങൾ വിദേശത്തെ പ്രോഗ്രാമിന് ഒരുമിച്ച് പോയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്കറിയാൻ അവർ ഇതൊക്കെ അനുഭവിച്ചു വന്ന ആൾക്കാർ, ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ അനുഭവിച്ചു വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഇത്തരം കാര്യങ്ങളിലെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യമല്ല അദ്ദേഹം അവിടെ പറഞ്ഞതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിമർശിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കാനുണ്ട്. ഇന്ന് തന്നെ പുഷ്പവതിക്കെതിരെ ഞാനൊരു കാര്യം പറയട്ടെ. പുഷ്പവതി എന്ന് പറയുന്ന ഒരു സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഇന്നത്തെ പകൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന മുഴുവൻ പ്രസ്താവനയും ഞാൻ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയല്ലോ. പുള്ളി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇങ്ങനെയല്ല. ഒരാളോട് ഒരു കാര്യം മാധ്യമപ്രവർത്തനം ചോദിക്കുമ്പോൾ ആരാണ് പിന്നെ അവരാരാണെന്ന് ചോദിക്കാൻ, അങ്ങനെ ചോദിക്കാൻ ഇദ്ദേഹം ആരാണ്? ഒരാള് ഒരു പിന്നെ ഡെലിഗേറ്റ് ആയിട്ട് വന്നിട്ട് ഒരു നമ്മുടെ ഒരു കോൺക്ലേവിൽ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് വന്ന് അതിനകത്ത് വന്നിരിക്കുമ്പോൾ അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവരാരാണ് എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ? പ്രസംഗം ആരുടേതല്ല, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രസംഗം വരെ തടസ്സപ്പെടുത്താനുള്ള അധികാരം നമുക്കുണ്ട്. അപ്പൊ അതിന് അത്തരം കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധിക്കാം. പക്ഷെ തെറ്റായ വാചകങ്ങളെ ഒരു മാധ്യമം വളച്ചൊടിച്ചാൽ അതിനൊപ്പം ബാക്കിയുള്ള മാധ്യമങ്ങൾ നിൽക്കരുത്. അത് കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ എഴുതരുത്. അങ്ങനെ എഴുതുന്ന ഉടനെ തന്നെ ഡയസിലുള്ള ആൾക്കാർക്ക് കിട്ടുകയും അപ്പോൾ തന്നെ മന്ത്രി തിരുത്തിയതായിട്ട്, അടൂരിനെ തിരുത്തിയതായിട്ട് വാർത്തകൾ വരുന്നു. ആ കോൺക്ലേവിന് ഇത്രയും ഒറ്റൊരു വിഷയമാണ്. അതായത് വളരെ കാതലായിട്ടുള്ള വിഷയങ്ങളിൽ അല്ല പ്രതിഷേധം ഉണ്ടാകുന്നതെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നിലനിൽപ്പിലുണ്ടാവും. പിന്നീട് വളരെ യഥാർത്ഥ ബോധ്യത്തോടെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വരുമ്പോഴും ഇതിങ്ങനെയാണല്ലോ എന്ന് ധരിക്കപ്പെടാമല്ലോ. അപ്പോൾ ശരിക്കുള്ള സംഭവങ്ങൾ പുറത്തേക്ക് എത്തുകയില്ല. അങ്ങനെ ഒരു വിഷയമില്ലേ? അങ്ങനെയല്ല. ഇത് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ തൊട്ട് ഞങ്ങൾക്ക് ഹെയ്റ്റ് കിട്ടാൻ തുടങ്ങി. അതായത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും അത് വംശീയതയാണെന്ന്. അതെങ്ങനെയാണ് അടൂര് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദളിത് സ്ത്രീകൾക്ക് വെറുതെ പൈസ കൊടുക്കരുത്. അപ്പോൾ ആൾക്കാർ വിചാരിച്ച് ഈ 50 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ 50 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് ഞങ്ങളുടെ കയ്യിലേക്ക് 1.5 കോടി വെച്ച് ഇതുപോലെ ഇങ്ങനെ ശ്രീ ജോസ് തോമസ്, അതാണ് ഇന്നലെ ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു റെസ്പോൺസ്. അതായത് ഒരു കിട്ടിയ സമയത്ത് ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അല്ല, നേരത്തെ അദ്ദേഹം പറഞ്ഞു എല്ലാം നമുക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നിടത്ത് ചില സമയത്ത് അത് നോക്കേണ്ട ബാധ്യത ഇതുകൊണ്ടാണ്. പ്രത്യേകിച്ച് അടൂരിനെ പോലെയുള്ള വളരെ ബഹുമാന്യായിട്ടുള്ള ആൾക്കാരൊക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയുണ്ട്. ശ്രീ ജോസ് തോമസ്. അല്ല, അദ്ദേഹം അഴിമതി എന്നുള്ള വേർഡ് കൂടെ കൂട്ടിച്ചേർത്തു. ആൾക്കാർ വിചാരിച്ചു ഞങ്ങൾ ഓരോരുത്തരും ഈ 1.5 കോടി കൊണ്ടുപോയി തിന്നുകയാണ്, ഇത് അഴിമതി കാണിക്കുകയാണ്. അദ്ദേഹം അഴിമതിയും ആ പോയിന്റിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ശ്രീ ജോസ് തോമസ് ഞാൻ താങ്കളിലേക്ക് സമയം തികയില്ല. ശ്രീ ജോസ് തോമസ്. ധന്യാരാമൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്.
50 വർഷമായി ഇവിടെ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു KSFTC എന്നാണ് പറഞ്ഞത്. അല്ല, NFDC ആണ് അത് ചെയ്യുന്നത്. അത് പൊതുസമൂഹത്തിന് അറിയത്തില്ലല്ലോ. പൊതുസമൂഹത്തിന് അത് അറിയത്തില്ല. ഇന്ന് നമ്മൾ ഇവിടെ കേരള അറിയണമല്ലോ. അല്ലല്ല, പൊതുസമൂഹം അറിയണ്ട, നിങ്ങൾ അറിയണം, ധന്യാരാമൻ അറിയണം, പൊതുസമൂഹം അറിയണ്ട. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് KSFTC. അല്ല, നിങ്ങളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്നേ. പൊതുസമൂഹം എന്തും പറയട്ടെ. ഇവിടെ 2 വർഷമായി മാത്രം ദളിതർക്ക് വേണ്ടി, പട്ടികവർഗക്കാർക്ക് വേണ്ടി സിനിമ നിർമ്മിക്കാൻ സർക്കാർ സേവനം ചെയ്യുന്നു. ഇവിടെ KSFTC ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ സ്റ്റുഡിയോ ഉപയോഗിച്ച് സിനിമ ചെയ്യുന്നവർക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് ഈ അടുത്ത കാലത്താണ് 5 ലക്ഷം രൂപയാക്കിയത്. അത് മാത്രമാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പ്രത്യേകമായി ഈ സർക്കാർ ചെയ്ത ഒരു കാര്യമാണ്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്നും സംവിധായകരും സാംസ്കാരിക പ്രവർത്തകരും ഉണ്ടായി വരുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ചെയ്തതാണ്. അതാണ് ആദ്യത്തെ. പക്ഷേ അദ്ദേഹം അത് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതിന് സമ്മതിച്ചില്ല. പുഷ്പവതി സമ്മതിച്ചില്ല. അതിന് സമ്മതിച്ചില്ലല്ലോ. അതിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിച്ചാൽ ആർക്കും ദേഷ്യം വരാം. ആ ദേഷ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അത് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് പറയാമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈചിത്ര്യം. അത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞതിലെല്ലാം നമ്മൾ തെറ്റ് കാണുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് എന്ത് സംസാരിച്ചാലും ഉടനെ അതിലൊരു വിഷയം കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യം, വേടൻ്റെ കാര്യം വന്നപ്പോൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം കമൻ്റ് എഴുതുന്നവർ ബാക്കിയുള്ളവരും പറയുന്നത് അവൻ ഒരു ദളിതനായതുകൊണ്ടാണ് അവനെതിരെ ഇങ്ങനെ വരുന്നത്. ആ സ്ത്രീക്കെതിരെ, പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ അപമാനവും അധിക്ഷേപവുമാണ്. അത് ശരിയാണോ? ഒരു ദളിതൻ തെറ്റ് ചെയ്യാൻ പാടില്ലേ? അപ്പോ പുഷ്പവതി അവിടെ നമുക്കതൊരു മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകുന്നു. അല്ല, ഞാൻ ഈ സബ്ജക്ട് അല്ല, ആ വിഷയത്തിലേക്ക് പോവല്ല. ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. അഭിലാഷ് പറയൂ. ഒറ്റ നിമിഷം ജോസേട്ട്. അതായത് ഈ നമ്മുടെ ഈ ഇന്നലെ അടൂർ അവിടെ പറഞ്ഞതില് KSFTC വഴി പൈസ കൊടുക്കുമ്പോ, ഇവർക്ക് പൈസ കൊടുക്കുമ്പോ അഴിമതിക്ക് സാധ്യത ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കാര്യം, ഈ പണം ഈ ഫിലിം മേക്കേഴ്സിന് നേരിട്ടാരും കൊടുക്കുന്നില്ല. അത് ഈ ബ്യൂറോക്രാറ്റുകളുടെ ഭാഗത്തുണ്ടാവുന്ന അഴിമതിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് സമയപരിമിതി കൊണ്ട് ഇടപെടേണ്ടതായിട്ട് വരുന്നു. കാരണം ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രതികരണങ്ങളാണ് പല വശത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പക്ഷെ എന്തായാലും പ്രതിഷേധം ഒരു വശത്ത് കനക്കുകയും ചെയ്യുന്നു. അല്പം മുൻപാണ് അടൂരിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഏതായാലും താൻ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. സമയപരിമിതി കൊണ്ടാണ്. വളരെയധികം നന്ദി ശ്രീമതി കുസുമം ധന്യാരാമൻ, ജോസ് തോമസ്, ഒപ്പം VC അഭിലാഷ് നമുക്കൊപ്പം ചേർന്നാൽ പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം. ഗവൺമെൻറ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വിളവെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് വേറെ ധാരണയിലല്ല. അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് നല്ല സിനിമകൾ ഉണ്ടാകണം. അപ്പോൾ നല്ല സിനിമ ഉണ്ടാകാൻ ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് തെറ്റിദ്ധരിപ്പിക്കുകയൊന്നും വേണ്ട. ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായൊരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. സിനിമ ആരംഭിച്ചത് ഈ കാലത്ത് സിനിമാ മേഖലയിൽ ആരെങ്കിലും മുൻപരിചയത്തോടു കൂടിയാണ് കേരളത്തിലെ സിനിമ പ്രവർത്തനം ആരംഭിച്ചത്? അല്ലല്ലോ. അല്ല, അങ്ങനെ ആരുമല്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. സർക്കാർ കൊടുക്കുന്ന പണത്തിന് അതിന് സ്ത്രീകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കും മാത്രം
ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് അതൊരു നല്ല ഉദ്ദേശത്തിൽ കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി അത് പറയാൻ പാടില്ല. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സ് ആണ്, പുരുഷ നോട്ടമാണ് എല്ലാ കാലത്തും. ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ സങ്കല്പനങ്ങൾ, അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റേത്. കാരണവർക്ക് അടുപ്പത്തുമാകാമെന്ന ചൊല്ലുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ എനിക്ക് ശേഷമുള്ളതെല്ലാം പ്രളയമെന്ന്. ഈ പെരുന്തച്ചൻ കോംപ്ലക്സുകളുടെ കാലം കഴിഞ്ഞു. മാറുന്ന കാലമാണിപ്പോൾ. സ്ത്രീകളും ദളിതരും മുഖ്യധാരയിലേക്ക് കടന്നു വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ മലയാള സിനിമയും പ്രേക്ഷകരും കണ്ടത് ചെറുതാണ്. മാടമ്പിമാരുടെ തമ്പുരാക്കന്മാരുടെയും എല്ലാം മുറ്റത്തുനിന്ന് വെള്ളിത്തിരയുടെ ക്യാമറകൾ അടിസ്ഥാന വർഗത്തിന്റെ കഥകളിലേക്കും, പെണ്ണൊരുമ്പെടരുതെന്ന് എഴുതിയ ഡയലോഗുകൾ അത് തിരുത്തി പെണ്ണ് നയിക്കും, അവളിനി ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കില്ല എന്നായി മാറുന്നതുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ജാതിയിൽ താഴ്ന്നവൻ വില്ലനും നായകന്റെ സിൽബന്തിയും മാത്രമാകുന്നതും സ്ത്രീ നായകന്റെ അടികിട്ടിയാൽ നന്നാകുന്നതുമായ എത്രയോ സ്റ്റീരിയോ ടൈപ്പുകൾ മലയാള സിനിമയിൽ അവസാനിച്ചു കഴിഞ്ഞു. ആ കാലത്ത് തിരശീലയ്ക്ക് മുന്നിലും പിന്നിലും അവഗണിക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് സ്പേസ് കിട്ടിത്തുടങ്ങുമ്പോൾ ആ പ്രാധാന്യം കൊടുക്കരുതെന്ന് ഏത് വിശ്വ ചലച്ചിത്രകാരൻ പറഞ്ഞാലും എങ്ങനെയാണ് അംഗീകരിക്കുക? താൻ പറഞ്ഞത് തെറ്റാണെന്ന് തിരുത്തുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ വഴിയെ പോകുന്ന ഒരു സ്ത്രീ എന്ന് എന്നെ തിരുത്താൻ വളർന്നോ എന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു പേരുകേട്ട സംവിധായകന് ചോദിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പട്ടികജാതി പട്ടികവർഗവും വനിതകളും മെറിറ്റും കഴിവും ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് മാത്രം പരിശീലനം കൂടിയേ തീരൂ എന്ന് സിനിമാ കോൺക്ലേവ് വേദിയിൽ വിളിച്ചു പറയാൻ ഒരാൾക്ക് കഴിയുന്നത് എന്ത് വരേണ്യ ബോധ്യത്തിലാണ്? മാറിയ കാലം ഇതൊക്കെ ചവറ്റുകുട്ടയിൽ തള്ളുമ്പോഴും ഇതിന് കൈയടിക്കാൻ പലരും ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചോദിക്കുന്നത്. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു പാനലിസ്റ്റിൽ ദളിത് ആക്ടിവിസ്റ്റ് ധന്യാരാമൻ, സാമൂഹ്യ പ്രവർത്തക കുസുമമാർ, ഒപ്പം സംവിധായകൻ ജോസ് തോമസ്, സംവിധായകരായിട്ടുള്ള ഡോക്ടർ ബിജു, ഒപ്പം വി സി അഭിലാഷിനെ ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ധന്യയിലേക്ക്. ധന്യ, എന്ത് വേദിയിലേക്ക് കടന്നു വരുമ്പോഴും പരിശീലനം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് താൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പ്രശസ്ത സംവിധായകൻ, ഏറെ ബഹുമാനിക്കപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണ്ടേ? പറഞ്ഞത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ? ഈ രീതിയിൽ എന്തിനും ദോഷേക ദൃക്ക് കണ്ട് അതിലൊരു വരേണ്യബോധവും ജാതി ചിന്തയും കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എന്താണ് മറുപടി? ഞാൻ കാസർഗോഡ് ഒരു മലയോര മേഖലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും പരസ്പരം ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ ബഹുമാനം കൊടുത്തും കിട്ടിയും വളർന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്തും എനിക്ക് ആദ്യം ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. പക്ഷേ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ഡയറക്ടറായിരുന്ന ശങ്കർ മോഹൻ ഒരു ദളിത് സ്ത്രീയെ കൊണ്ട് ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റ് കൈകൊണ്ട് കഴുകിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ ആ ശങ്കർ മോഹനെ ന്യായീകരിച്ചു. അന്ന് അതോടുകൂടി ശങ്കർ മോഹൻ്റെ സ്ഥാനവും തെറിച്ചു, ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്ഥാനവും തെറിച്ചു. അന്ന് ഇയാളുടെ ഉള്ളിൽ ഇത്രയും ജാതി ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇന്നലെ അയാൾ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ നല്ലതായിരിക്കും പറയുന്നത്, ശരി പരിശീലനം ഞങ്ങളത് ഉൾക്കൊള്ളുന്നു എല്ലാവർക്കും. പക്ഷേ ഇയാൾ പിന്നീട് അങ്ങോട്ട് ഇയാളുടെ ആ വിഷം തുപ്പുകയാണ് ചെയ്തത്. അതായത് ദളിത് സ്ത്രീകൾക്ക് വെറുതെ കൊടുക്കുന്ന പൈസ, ആ വെറുതെ എന്നുള്ള വേർഡ് ഇവിടുത്തെ സംവരണ വിരുദ്ധരെ ഞങ്ങളെ അങ്ങ് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് അവരുടെ മുമ്പിലേക്ക്. അതായത് ഈ 1.5 കോടിയൊക്കെ ഞങ്ങൾ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്, എന്നിട്ട് ഞങ്ങളത് അഴിമതിക്ക് വളം വയ്ക്കുകയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ 1.5 കോടി രൂപയിൽ 1 കോടി 10 ലക്ഷം രൂപയാണ് ഒരാൾക്ക് സിനിമ എടുക്കാൻ കിട്ടുന്നത്. അത് ആ വ്യക്തിയുടെ കയ്യിലല്ല, അത് സ്റ്റേറ്റ് തന്നെ കയ്യിൽ വെച്ചിട്ട് KSDC തന്നെ ഓരോ ഏരിയയിലേക്കുമാണ് ആ പൈസ പിന്നെ ഓരോ ഫേസിൽ വേണം അവർ അതിൻ്റെ ക്ലൈൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അല്ലാതെ ഈ സിനിമ എടുക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ഒരിക്കലും പൈസ വരുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെ എത്താതിരിക്കാനായിട്ട് സർക്കാർ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പണ്ടേ അങ്ങനെയാണല്ലോ, ഒരു ലൈഫ് പദ്ധതിയുടെ ഒരു 5 ലക്ഷം രൂപ പോലും ഞങ്ങളുടെ ഒരാളുടെ കയ്യിൽ തരത്തില്ല. അതൊക്കെ മീഡിയേറ്റർ ആയിട്ടുള്ള കോൺട്രാക്ടർമാരുടെ അടുത്ത് പോകും. കാരണം ഒരു 10 രൂപ മിച്ചം വന്നാൽ അതിനകത്ത് ഞങ്ങളുടെ ആൾക്കാർ ഒരു ചായ കുടിക്കരുത്, അവൻ്റെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നാൽ അതൊരു സാമ്പത്തിക മാറ്റമാകും എന്നുള്ള അതിന് പോലും പിന്നെ ഒരു സ്പേസ് കിട്ടാത്ത മനുഷ്യരാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെ വെറുതെ
വെറുതെ എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അതായത് സർക്കാരിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ വെറുതെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് ചിലവാക്കുന്നവരാണ്, ഞങ്ങൾ അങ്ങ് അഴിമതി നടത്തുന്നവരാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇന്ന് തന്നെ അദ്ദേഹം ധിക്കാരത്തോടുകൂടി സംസാരിക്കുന്നത് എന്താണ്, ഈ വഴിയേ പോകുന്ന ഒരു പെണ്ണ്, പുഷ്പവതിയെ പോലെയുള്ള ഒരു ഗായികയെ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഗായികേനെ അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴിയെ, അപ്പോൾ എല്ലാ സ്ത്രീകളെയും മനുഷ്യരെയൊക്കെ ഇയാൾ ഇങ്ങനെ തന്നെയാണോ കൺസിഡർ ചെയ്യുന്നത്? വഴിയെ പോകുന്ന മനുഷ്യരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സംഗീത അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണും കൂടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണും കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ശ്രീമതി പുഷ്പവതി പൊയ്പാടത്ത്. അപ്പം ഞങ്ങളൊക്കെ വളരെ അടുത്ത ആൾക്കാരാണ്. അപ്പോൾ അത്രയും മനുഷ്യരവിടെ നിൽക്കുക, ഒരാളെങ്കിലും അത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചപ്പം ഈ അടൂരിൻ്റെ പ്രസംഗത്തിനിടെ അദ്ദേഹത്തിന് കയ്യടി കിട്ടി എന്നുള്ളത്, ഈ കേരളത്തെ ജാതി എത്രമാത്രം വിഴുങ്ങുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഭയം ഞങ്ങൾക്കുണ്ട്. ആ ഒരു ഭയം ഞങ്ങൾ ഭയക്കണം. കാരണം ഇത്രയും ഈ ഒരു കാലത്തിലും ഈ അടൂർ ഇത്രയും അയാളുടെ ഒരു ഇൻസിഡൻറ്റ് അയാൾക്ക് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അയാൾക്ക് കിട്ടി. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു വേദിയിൽ, ഇത്രയും മനുഷ്യരുള്ള വേദിയിൽ, മന്ത്രി ഇരിക്കുന്ന വേദിയിൽ, നിറയെ മാധ്യമങ്ങളുള്ള വേദിയിൽ അയാൾ പറയുന്നത് കൃത്യസ്ഥാനത്തെത്തും, ഞങ്ങൾ എറിഞ്ഞു കൊടുക്കാം എന്നുള്ള ആ ഒരു വാശിയിലും വൈരാഗ്യത്തിലും പകയോടുകൂടി നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് റീസൺ ഇല്ലാത്ത ഒരു പക തോന്നും, ഒരു ദേഷ്യം തോന്നും. അത് തന്നെയാണ് ജാതി. അകാരണമായിട്ടുള്ള ആ തോന്നലാണ് ജാതി. അത് അടൂരിന് അന്നും ഇന്നും അത് ഉണ്ട്. ഈ നിമിഷവും അയാൾ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. ആ മാടമ്പി സ്വഭാവമൊക്കെ അയാൾ ഇത്രയും പിന്നെ സിനിമ എടുത്ത അപ്പോഴും ഇതിന് അനുകൂലിച്ച് വന്നവർ ഒരുപാടുണ്ട്. ഇത് ഒറ്റ അഭിപ്രായമല്ല ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് സ്ത്രീ വിരുദ്ധതയുണ്ടോ, അതിനകത്ത് ഈ വരേണ്യ ബോധ്യമുണ്ടോ, പറഞ്ഞതിൽ പലതും ഉണ്ടല്ലോ. 84 വയസ്സുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധായകനോട് ഈ തരത്തിലാണോ വിമർശനം ഉന്നയിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞതിനകത്ത് പല പോയിന്റില്ലേ എന്നുള്ളതാണ്. ഒരു അനാവശ്യ ഒരു വിപ്ലവത്തിന്റെ പാതയിലേക്കൊക്കെ കടക്കുകയാണെന്ന് പറയുന്നവരൊക്കെയല്ലേ അടൂർ പറഞ്ഞതിന് കൈയടിച്ചുകൊണ്ട് എത്ര പോസ്റ്റുകളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. അത് കൃത്യമായിട്ട് അടൂരിനെ പോലെ ജനിതകത്തിൽ ജാതി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗാണ്. അവരെ പരിപോഷിപ്പിക്കാനുള്ള, അവരെ ഈ സമൂഹത്തിൽ തഴച്ചു വളർത്താനുള്ള ഡയലോഗാണ് അടൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അയാൾക്ക് ആ സമയത്ത് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ട്. കോമൺ ആയിട്ട് പറയാം, നമ്മളതിനെ അംഗീകരിക്കും. പക്ഷേ ദളിത് സ്ത്രീക്ക് കൊടുക്കരുത്, വെറുതെ കൊടുക്കരുത്, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ എത്ര വംശീയത ഞങ്ങളിൽ മറ്റുള്ളവരെ തമ്മിൽ ഇവിടെ ഒരു കാലത്തും ഒരു സമത്വം ഉണ്ടാവരുത്, ജാതി ഐക്യം ഉണ്ടാവരുത്, മനുഷ്യർ ഒരുമിക്കരുതെന്നുള്ള രീതിയിലുള്ള ആ സ്പ്ലിറ്റ്, ആ പണ്ടത്തെ വരേണ്യ ബോധ്യം, ആ ബോധം അദ്ദേഹത്തിൻ്റെ ആ ബോധം അതുപോലെ തന്നെ അയാൾ അതവിടെ ഛർദ്ദിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഞാൻ തിരികെ എത്താം. സംവിധായകൻ ജോസ് തോമസും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോസ് തോമസ്, പറഞ്ഞത് ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുകയാണ്. അത് ചെറിയ സിനിമകൾ നിർമ്മിക്കുന്നവർക്ക്, അത് ഈ ധനസഹായം കച്ചവട സിനിമ എടുക്കുന്നവർക്കല്ല നൽകേണ്ടത്, പരിശീലനം എല്ലാവർക്കും വേണ്ടതല്ലേ എന്ന് തുടങ്ങിയ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അടൂരായതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട് കഴമ്പുണ്ട് എന്ന് തന്നെ വാദിക്കുന്ന കാര്യങ്ങൾ, ഈ പറയുന്നതെല്ലാം റദ്ദാക്കപ്പെടുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ പിന്നെ ഈ പറഞ്ഞതിന് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓരോ വാക്കിനകത്തും. ഇപ്പോഴൊരു സിനിമ പോലും എടുത്തു കഴിഞ്ഞാൽ ചില പണ്ട് കൈയടിച്ചിരുന്ന പല ഡയലോഗുകളും പറയാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു കാലത്ത് ഒരു സിനിമാ കോൺക്ലേവിൻ്റെ ഒരു വേദിയിൽ നിന്ന് ഒരാളിത് പറയുന്നത് ഒരുപക്ഷെ ആ കോൺക്ലേവിൽ അല്ലാതെ പറയുന്ന നല്ല കുറേ തീരുമാനങ്ങളെ പോലും ഇല്ലാതാക്കുകയാണ്. അത് എങ്ങനെയാണ് അനുകൂലിക്കുക? അപർണ, ആദ്യമേ പറയട്ടെ, ഞാൻ ഈ ജാതി ചിന്തകളൊന്നും എൻ്റെ DNA-യിലുള്ള ആളല്ല. ജാതിയും മതവുമൊക്കെ വളരെ നേരത്തെ ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒരു മനുഷ്യനെ ജാതിയുടെ വേർതിരിവിൽ കാണാൻ കഴിയാത്ത ആളാണ്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവർ അവർക്ക് അത് ദോഷകരമായി തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ മുൻകൂറായി ഇത് പറഞ്ഞത്. ഇനി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. എനിക്കതിൽ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം ഒന്നും തോന്നിയില്ല. കാരണം ആ വന്യവയോധികനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ നമ്മൾ മാനിക്കണം. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വർക്കിനെ നമ്മൾ മാനിക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അദ്ദേഹത്തെ വിമർശിക്കാൻ. ഈ വിമർശനം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അദ്ദേഹം പറഞ്ഞത് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞത് തെറ്റാണ്. എന്തിനാണ് ഇവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ? സിനിമ നിർമ്മിക്കാനും അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും സിനിമയുടെ എല്ലാ മേഖലകളിലും പരിശീലനം വേണം എന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുക? അതാർക്കാണ് വിഷമമുണ്ടാക്കിയത്? പിന്നെ
1.5 കോടി രൂപയുടെ കാര്യം. ഒരു കണ്ടൻറ്റ് സിനിമ എന്ന് പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് പോകുന്നതല്ലല്ലോ, അത് കൊമേഴ്സ്യൽ സിനിമയല്ലല്ലോ. ഇതിന് ചെറിയ രീതിയിൽ എടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള അത് 1.5 കോടി രൂപ 3 പേർക്ക് കൊടുത്താൽ 3 സിനിമയാവില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ 1.5 കോടി രൂപ കൊടുത്താൽ അവർ അതിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൈയിട്ട് വാരുന്നു, അങ്ങനെയൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നമ്മൾ എഴുതാപ്പുറങ്ങൾ വായിക്കാതിരിക്കുക. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ. ഞാൻ മന്ത്രി വാസവൻ്റെ ആ ഒരു പ്രസ്താവന കണ്ടു, അല്ലെങ്കിൽ പത്രക്കാർക്ക് ഒരു ഇൻ്റർവ്യൂവിൽ കാണുന്നു. ആരാണ് മുൻകൂർ പരിചയവുമായിട്ട് സിനിമയിലേക്ക് വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്താണ് വാസവൻ മന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് നമ്മളൊരു സിനിമയിലേക്ക് വരുമ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെ മറ്റൊരു സംവിധായകനായി വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടില്ലെങ്കിൽ പോലും മറ്റ് സംവിധായകരുടെ കീഴിൽ നിന്നോ മറ്റ് സിനിമാ ലൊക്കേഷനിൽ നിന്നോ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് സിനിമാ സംവിധായകനായി മാറുക. അല്ലാതെ ആരും മുൻകൂർ അനുഭവം വെച്ചിട്ടല്ല സിനിമയിലേക്ക് വരുന്നത്. സിനിമയിൽ വന്ന് പഠിച്ചിട്ടാണ് പിന്നെ സംവിധായകനായി മാറുക. എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു 3 മാസത്തെയെങ്കിലും പരിശീലനം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് നമുക്കിത്ര ദേഷ്യം തോന്നാനുള്ള കാരണം? പിന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ, KSFDC ആർക്കാണ് സിനിമ നിർമ്മിക്കാൻ പണം കൊടുക്കുന്നുണ്ടല്ലോ, അത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ശരിയായി പരിശീലനം കൊടുക്കുക, ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കുക. ആ കൊടുക്കുന്ന പണം 3 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ 3 സിനിമ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞത് തെറ്റാണോ? എനിക്ക് അതൊന്നും തെറ്റായി തോന്നുന്നില്ല. അത് എൻ്റെ കേൾവിയുടെ പ്രശ്നമല്ല, എൻ്റെ കാഴ്ചയുടെ പ്രശ്നമല്ല. ഞാൻ അതിനെ കൃത്യമായി വിശകലനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ പറഞ്ഞത്, ഞാൻ ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാത്ത ഒരാളാണ്. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യത്വത്തിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ മനുഷ്യനായി ഇന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തെ ഇങ്ങനെ വലിച്ചു കീറുക അല്ലെങ്കിൽ പേസ്റ്റാക്കി കളയുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് അങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കുക. ഞാൻ ഏതോ ഒരു പോസ്റ്റ് കണ്ടു, ഈ പരട്ട കിളവനൊക്കെ വീട്ടിലിരുന്നുകൂടെ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ്. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും വേദന തോന്നി. അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന എല്ലാവരും, നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹം പത്മഭൂഷൺ വരെ നേടിയ ഒരാളാണ്. മലയാള സിനിമയെ ലോക സിനിമയുടെ നിറയിലെത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് പ്രായമായി. അതുകൊണ്ട് വിവരക്കേട് പറഞ്ഞു എന്ന് പറയുന്നതിൽ ശരിയല്ല. അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ ജോസ് തോമസ്, അങ്ങനെയാണെങ്കിൽ ശരി, അതിൽ ധന്യ അടക്കമുള്ളവർക്ക് ആ മറുപടിയിലേക്ക് വരാം. പക്ഷേ സ്ത്രീകൾക്ക് പരിശീലനം വേണമെന്ന് അദ്ദേഹം പറയുന്നിടത്ത്, സ്ത്രീകൾ എന്ന് പറയുന്ന ആ ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ ഒരു കാലത്ത് ആ ഒരു പരാമർശത്തിൻ്റെ ഒരു വിഷയമുണ്ട്. അതിനുശേഷം പുഷ്പാവതി പോയി പടത്തിന് പോലെ ഒരാൾ ഇത് തിരുത്തുമ്പോൾ ആരാണ് വെറുതെ വഴിയിൽ കൂടെ പോയൊരു സ്ത്രീയാണോ തന്നോട് ചോദിക്കുന്നത് എന്ന് പറയുന്നിടത്തൊരു വലിയ വിഷയമുണ്ട്. അടൂരിനെ പോലെ ഒരു സംവിധായകൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ആലോചിക്കുമോ. അങ്ങനെ സ്വത്വത്തോടു കൂടി നിൽക്കണം, സ്വാഭിമാനത്തോട് കൂടി നിൽക്കണം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ എത്രയോ സ്ത്രീ കഥാപാത്രങ്ങളെ തിരശീലയിൽ കൊണ്ടുവന്ന ഒരു സംവിധായകൻ ഈ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് പോലും ഉണ്ടാകുന്ന ഒരു നിരാശാബോധമില്ലേ? അതിനെന്ത് മറുപടി ഉണ്ടാവും? അല്ല, സ്ത്രീകൾക്ക് മാത്രം പരിശീലനം കൊടുക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവർക്കും, പുതിയത് വരുന്ന അല്ലെ അങ്ങനെ പരിഗണിക്കപ്പെടുന്ന എല്ലാവർക്കും പരിശീലനം കൊടുക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അവിടെ പുഷ്പാവതി എഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആർക്കും അവിടെ ഒരു അഭിപ്രായം പറയാം, അതിന് കൃത്യമായി മറുപടി കൊടുത്താൽ മതിയായിരുന്നു. അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ആ സ്ത്രീയോട്, ആ വനിതയോട് മാന്യമായി സംസാരിക്കാമായിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ സ്ത്രീകളുടെ സമത്വം അല്ലെ സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഷീലയും ഒക്കെ പടങ്ങൾ സംവിധാനം ചെയ്തിട്ടില്ലേ? ഇവിടെ എത്രയോ സ്ത്രീ സംവിധായകർ വന്നിട്ടുണ്ട്. വിജയധർമ്മല സിനിമകൾ എത്രയോ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെയും സ്ത്രീകളെ ആരും അടിച്ചമർത്തിയിട്ടില്ല. സ്ത്രീകൾക്ക് മുൻപന്തിയിലേക്ക് വരാം, അത് ഏത് സ്ത്രീകൾക്കും വരാം. ആരും അടിച്ചമർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്
അല്ല ശ്രീ ജോസ് തോമസ് അല്ല നമുക്കിത് കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ആ തരത്തിലേക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കുന്നവർ ചിരിക്കില്ലേ? 100-ൽ അരയോ ഒന്നോ ഒക്കെയാണ് സ്ത്രീകൾ വരുന്നത് കേരളത്തിൽ. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഷീലൊക്കെ സിനിമാ സംവിധാനം ചെയ്തു എന്ന് പറയരുത്. അമ്മയുടെ വിഷയം ഒരു വശത്ത് നടക്കുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് സാന്ദ്ര തോമസിനെ പോലും പത്രിക എടുത്ത് തള്ളിയ, ഞാൻ ആ വിഷയമൊന്നും പറയുന്നില്ല, എത്രയോ വിഷയങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. മലയാള സിനിമ സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്, സിനിമ ഇൻഡസ്ട്രി സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നു എന്നുള്ളത് ഒരു അവസാനിക്കാത്ത സബ്ജക്റ്റാണ്. ഹേമ കമ്മിറ്റി പോലും പെട്ടിക്കകത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. പക്ഷേ ഇത് പൊതുബോധ്യത്തിനകത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ഉണ്ട്. ആ സമയത്ത് ഇത് പറയുമ്പോൾ ഇത് വല്ലാതെ തിരിച്ചടിക്കും. ഒരിക്കലുമില്ല പറഞ്ഞ സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരിതമെന്ന് പറയുന്നത്, ദുരന്തമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥകൾ മാത്രമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു, അതിനകത്ത് ഒരുപാട് പേര് പരാതി കൊടുത്തിട്ട് അവർ തന്നെ പിന്മാറി. അവർക്ക് പിന്നീടുണ്ടാകുന്ന അനുഭവങ്ങൾ മോശമാണെന്ന് പറഞ്ഞൊക്കെയാണ് ഇതിന് കഥകൾ വരുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ സിനിമാ രംഗത്ത് അങ്ങനെ പീഡനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ദുരന്തമുണ്ട്, സ്ത്രീകൾ മുൻപിലേക്ക് വരാൻ ആരും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇപ്പോൾ അപർണ തന്നെ പറഞ്ഞു, സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളുന്നു. അതിനൊരു ബൈലോ ഇല്ലേ? ആ ബൈലോ അനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും? അവർക്കെന്നല്ല, ഒരു ഭരണാധികാരിയെ ഫിക്സ് ചെയ്യുമ്പോൾ അദ്ദേഹം നോക്കുന്നത് എന്താണ്? ബൈലോ അനുസരിച്ചാണ് ഒരാളുടെ പത്രിക തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനുടനെ സ്ത്രീയെ അപമാനിച്ചു, അല്ലെങ്കിൽ സ്ത്രീയെ മാറ്റി നിർത്തുന്നു പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? ഏത് സ്ത്രീ? അവിടെ ആകെ 5-10 മെമ്പേഴ്സാണ് സ്ത്രീകളുള്ളത്. അവർ ആർക്ക് വേണമെങ്കിലും വരാം. എല്ലാവരുടെയും പത്രികയൊന്നും തള്ളിയിട്ടില്ലല്ലോ. ബാക്കി മത്സരിക്കാനായിട്ട് നാമനിർദ്ദേശം കൊടുത്തവരുടെ ഒന്നും തള്ളിയിട്ടില്ലല്ലോ. ഇത് ബൈലോ അനുസരിച്ച് തള്ളി. പിന്നെ അമ്മയിൽ എന്താണ്? എല്ലാ പുരുഷന്മാരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലേ? സ്ത്രീകൾ മുൻപോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെന്താ, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തതല്ലേ? അതൊക്കെ എന്താ മനസ്സിലാക്കാത്തത്? അതൊന്നും ആരും കാണില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളിയത് വളരെ കാര്യമായി പറയും. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത്, അല്ലെ അവർക്ക് പ്രാതിനിധ്യം കൊടുത്ത് കൊണ്ടുവരുന്നത് ആരും കാണില്ല. ഇത് ഇതിൽ ഞാൻ തർക്കിക്കാൻ പോയത് വേറൊരു വിഷയത്തിലേക്ക് വരും. കാരണം അത് കൗണ്ടർ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പാനൽ അപ്പുറത്തും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഉണ്ട്. ഉള്ളതുകൊണ്ട് കൂടിയാണല്ലോ WCC അടക്കമുള്ള ഒരു പ്രസ്ഥാനത്തിന് തന്നെ എണ്ണീറ്റ് നിൽക്കേണ്ടതായി വന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട് ശ്രീ ജോസ് തോമസ്. അത് എനിക്കതിൽ വിയോജിപ്പുണ്ട്. അത് സംസാരിക്കാൻ അപ്പുറത്തെ ആൾക്കാരാണ് വേണ്ടത്. നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സംവിധായകൻ ഡോക്ടർ ബിജു നമുക്ക് പറഞ്ഞിരുന്നു. ഡോക്ടർ ബിജു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. 84 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായിട്ടുള്ള മലയാള സിനിമയ്ക്ക് ഇത്രയേറെ സംഭാവനകൾ ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ പിള്ള ഒരാൾ പറയുന്നത് പരിശീലനം വേണമെന്നാണ്. പരിശീലനം വേണമെന്ന് പറയുന്നത് അതെങ്ങനെയാണ് തെറ്റാകുക? അടൂരും അത് തന്നെ പറയുന്നു. ഞാൻ പരിശീലനം വേണമെന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഞാൻ പിന്മാറുന്നില്ല. എല്ലാത്തിനകത്തും എന്തിനാണ് ദുഷ്ടലാക്ക് കാണുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ അപ്പുറത്ത് നിൽക്കുന്നവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിന് കൈയടിക്കാൻ ആൾക്കാരുണ്ടാകുന്നു, വാദിക്കാൻ ആൾക്കാരുണ്ടാകുന്നു. എന്താണ് മറുപടി? പരിശീലനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആർക്കും പരിശീലനം എപ്പോഴും കിട്ടുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. പക്ഷേ പരിശീലനം ഒരു വിഭാഗത്തിന് മാത്രം മതി എന്ന ദുസൂചന വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ആ വിഭാഗത്തിന് മാത്രം എന്താണ് പരിശീലനം കിട്ടേണ്ടത്? മെറിറ്റ് കുറവുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ആദ്യം പരിശീലനം നൽകേണ്ടത് ഈ നമ്മുടെ കേരള ഗവൺമെന്റ് ഈ വനിതകൾക്കും പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കുമായി ഈ സ്കീം തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷമേ ആയുള്ളൂ. 2 വർഷമേ ആയുള്ളൂ പട്ടികവർഗ വിഭാഗക്കാർക്കുള്ളത് തുടങ്ങിയിട്ട്. 3 വർഷമേ ആവുന്നുള്ളൂ വനിതകൾക്കുള്ളത് തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് 50 വർഷമായിട്ട് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. 50 വർഷമായി 300-ലേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ NFDC കൊടുക്കുന്നത് അതും ടാക്സ് പേയേഴ്സിന്റെ പൈസ തന്നെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പോൾ അവിടെ ഈ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് വേണ്ടേ? അതെന്താണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ആ ട്രെയിനിങ് 50 വർഷമായി അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രായത്തിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണല്ലോ അത്. അന്നേ അത് നിഷ്കർഷിക്കാമായിരുന്നല്ലോ. ഇതുവരെയായും അവിടെ ട്രെയിനിങ് കണ്ടിട്ടില്ല. അത് പൊതുവിഭാഗത്തിനായതുകൊണ്ടാണോ ആ ട്രെയിനിങ് വേണ്ടാത്തത്? അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകളാണ്, ഫസ്റ്റ് ഡയറക്ടേഴ്സിനും സെക്കൻഡ് ഡയറക്ടേഴ്സിനുമാണ് ഇപ്പോൾ അവിടെ കൂടുതലും ഫണ്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് വേണ്ടേ? അതല്ലേ ആദ്യം പറയേണ്ടത്. കൂടുതൽ സിനിമകൾ അവിടെയല്ലേ ഉണ്ടാകുന്നത്. പ്രതിവർഷം ഏതാണ്ട് 8-10 സിനിമകൾ വീതം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ വേണ്ട എന്ന് അവിടെ വേണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ മിണ്ടാതിരിക്കുകയും 50 വർഷമായി മിണ്ടായിരിക്കുകയും
ഇവിടെ കഴിഞ്ഞ 2-3 വർഷമായി തുടങ്ങിയ ഒരു കാര്യത്തിൽ ട്രെയിനിങ് വേണമെന്നതും ഇവിടെ ട്രെയിനിങ് കൃത്യമായി പ്രോപ്പറായി കൊടുത്തിട്ടാണ് ഈ ആളുകളെല്ലാം സിനിമ ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോസസ്സിലൂടെയാണ് നടന്നു പോയിട്ടുള്ളത്. ഈ അപേക്ഷ വിളിച്ചിട്ട് അതൊരു വിദഗ്ധ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും അവർ ഇന്റർവ്യൂ നടത്തുകയും അതിനുശേഷം വിദഗ്ധരായ ആളുകളെ വെച്ചിട്ടുള്ള മെന്റർഷിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്ന് പറയുന്നത് ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് ഉള്ള ആലോചനയാണ്. ആ പദ്ധതി പാടില്ല. ഇങ്ങനെ വനിതകളും ദളിതരുമായ ആളുകൾക്ക് സർക്കാർ ചെലവിൽ അങ്ങനെ സിനിമ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ആളുകൾ ഉണ്ടാവേണ്ട എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമാണോ എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് സംശയിക്കാൻ പറ്റുള്ളൂ. ഈ കൂടുതൽ പേർക്ക് സിനിമ നിർമ്മിക്കാൻ കഴിയും ചെറിയ തുകയാണെങ്കിൽ. അങ്ങനെ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. കച്ചവട സിനിമ എടുക്കാനല്ല സർക്കാർ ധനസഹായം നൽകേണ്ടത് എന്നുകൂടിയാണ് അടൂർ പറഞ്ഞത്. അതിനെയൊക്കെ വളച്ചൊടിക്കുകയാണ് എന്ന് പറയുന്നവരുമുണ്ടല്ലോ ഇതിനകത്ത്. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ അവസാന സിനിമ ചെയ്തിട്ടൊരു 12-13 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു ബജറ്റിംഗ് വെച്ചൊക്കെ ആയിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ സംസാരിക്കുന്നത്. അന്നത്തെ കാലത്തെ ചായയുടെ വിലയല്ല ഇന്നത്തെ കാലത്ത് ഉള്ളത്. അന്നത്തെ കാലത്തെ വെളിച്ചെണ്ണയുടെ വിലയല്ല ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില. അപ്പം മൊത്തം ചെലവുകൾ ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു 1.5 കോടി കൊടുക്കുക എന്ന് പറയുന്നത് 1.5 കോടി കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ. അതിൽ 1 കോടി 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി 40 ലക്ഷം രൂപ ആ സിനിമയുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് KSFDC തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും ഈ പൈസ ഒന്നും ഈ ഡയറക്ടർക്ക് കയ്യിൽ കൊടുക്കുകയല്ലല്ലോ. ഈ പൈസ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ KSFDC തന്നെയല്ലേ ചെലവഴിക്കുന്നത്. KSFDCയുടെ ഉദ്യോഗസ്ഥർ, KSFDC ഏർപ്പെടുത്തുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ ഇവരൊക്കെ തന്നെയല്ലേ ബജറ്റ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു സിനിമ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 1-10 ആവശ്യമില്ല, അതൊരു 35 ലക്ഷത്തിൽ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ അത് ആ ഡയറക്ടറുമായി ഇരുന്ന് സംസാരിച്ച് അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാമല്ലോ. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന KSFDC അല്ലേ. അപ്പോൾ ഇതൊരു സർക്കാർ ഒരു മാക്സിമം തുക വെച്ചിരിക്കുന്നു, അതിനകത്ത് നിന്നൊരു സിനിമ എടുക്കുന്നു, അത് ചുരുക്കി നിങ്ങൾ 10 ലക്ഷം വീതം 15 പേർ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ കൊടുക്കുന്ന NFDC 10 ലക്ഷം രൂപ 30 പേർക്ക് സിനിമ ചെയ്തുകൂടെ. അപ്പൊ ആ പറയുന്നതിലൊന്നും ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഒരു 1.5 കോടി എന്ന് പറയുന്നത് അതിൽ 1 കോടി 10 ലക്ഷമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ 1 കോടി 10 ലക്ഷം എന്ന് പറയുന്നത് ഇന്ന് വളരെ മാന്യമായ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു മാന്യമായ ഒരു ബജറ്റ് തന്നെയാണത്. ഡോക്ടർ ബിജു, ഒറ്റ കാര്യം കൂടെ. ശ്രീ സംവിധായകൻ ജോസ് തോമസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം മാത്രമല്ല സംവിധായകരടക്കം തിരക്കഥാകൃത്തുകളൊക്കെ അടക്കം അടൂരിന്റെ ഈ പരാമർശത്തിനെ അഭിനന്ദിക്കുകയും ഇതിനെ ദുഷ്ടലാക്കോടുകൂടി കാണരുത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇട്ടവരൊക്കെ ഉണ്ട്. അടൂരിനെ പോലെ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാൾ മറ്റെന്തെങ്കിലും ആരെയും തരം താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇത് വളച്ചൊടിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. സ്ത്രീ കഥാപാത്രമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏത് സിനിമകളിലാണ് അത്ര ശക്തമായ സ്ത്രീ കഥാപാത്രം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരി, തുടർന്നോളൂ, ബാക്കി ചോദിച്ചോളൂ. തീർച്ചയായിട്ടും അതിൽ തന്നെ ഒരു വിയോജിപ്പ് വരുമ്പോൾ എന്നെ പത്തായമടക്കം ഞാൻ പറയുമ്പോൾ ശരി. പക്ഷേ മലയാള സിനിമയിൽ സ്ത്രീകളുടെ പോരാട്ടം പല വഴിക്ക് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ഈ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷേ അത് അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ളവരോട് എന്താണ് താങ്കളുടെ മറുപടി? അത് ഇതിനകത്ത് സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും ആര് പറഞ്ഞാലും, അതിന് 1 വയസ്സുള്ള ഒരാൾ പറഞ്ഞാലും 100 വയസ്സുള്ള ഒരാൾ പറഞ്ഞാലും അത് സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നെങ്കിൽ അത് അവരുടെ സാമൂഹിക ബോധം, അവരുടെ സാംസ്കാരിക ബോധം, അവരുടെ പൊതുബോധം അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്ന അത്തരത്തിലുള്ള സംസ്കാരത്തോടുമാണ് അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുക. അത് അവരുടെ പൊതുബോധം. പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. മനുഷ്യപക്ഷത്തു നിന്ന് ആലോചിക്കുന്ന, സ്ത്രീപക്ഷത്തിൽ നിന്ന് ആലോചിക്കുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ പക്ഷത്തിൽ നിന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ ബോധ്യമാകും. അത്തരം രാഷ്ട്രീയത്തിനോടും പ്രവൃത്തിയോടും ഒപ്പം അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യും. അതിനെ മറുത്തു പറയുന്നത് ഇത് എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ദയവായി ഒരൊറ്റ സെക്കൻഡ് ഡോക്ടർ ബിജു. ശ്രീ ജോസ് തോമസ്, ഒരു മലയാള സിനിമ പ്രതിനിധീകരിച്ച് 2 അഭിപ്രായം വരുന്നത് അത് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയാണ്. എന്താണ് മറുപടി ഡോക്ടർ ബിജുവിന്? ഇല്ല, ഡോക്ടർ ബിജു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. മനോഹരമായ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഡോക്ടർ ബിജുവിനെ ഞാൻ എപ്പോഴും ചേർത്ത് നിർത്തുന്ന, അടുത്ത് കാണുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ വീക്ഷണത്തിൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഞാൻ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു ജാതി അധിക്ഷേപമായി തോന്നിയില്ല. പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു NFDCയുടെ സിനിമ ചെയ്യുന്നവർ.
അല്ല അത് ജാതി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ആദ്യമേ അല്ല പറഞ്ഞു. അങ്ങനെയല്ല, എനിക്ക് ജാതിയും മതവും അങ്ങനെ ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഞാനത് ചിന്തിക്കേണ്ട. ഉപേക്ഷിച്ച ആളാണ്. സാറിന് ഒരിക്കലും ഞാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു. ജാതിയെക്കുറിച്ച് പിന്നെയും ചിന്തിക്കേണ്ട വീണ്ടും ആവശ്യമേ ജാതി വരുന്നില്ല. ചിന്ത എന്നിലുണ്ട്. ആ അല്ല, സാറിന് ഒരിക്കലും ജാതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷേ അതെന്താ? അല്ല, അതാണ് അത് അത് മിസ് മിസ് അത് മാഡം ധന്യരാമൻ, നിങ്ങൾ ഈ പറയുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല. എന്ത് സംസാരിച്ചാലും അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാവം വരുന്നു. ചിലപ്പോൾ നമ്മൾ തുറന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവമാനിക്കലാണെന്ന് തോന്നും. ഇപ്പം ധന്യരാമൻ പറഞ്ഞ അതാണ് ജാതി എന്ന് പറഞ്ഞു. ഞാനത് കാണുന്നില്ല, ഞാനതിലല്ല നിൽക്കുന്നത്. എനിക്കൊരു ജാതി ചിന്തയിലും വിശ്വാസമില്ല. ജാതി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ജാതി ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല, ജാതി എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല. ജാതിയും മതവും ഇവിടുന്ന് എടുത്ത് തുടച്ചു മാറ്റണം, മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണാൻ കഴിയണം എന്ന് പറയുന്ന ഒരാളാണ്, ശക്തമായി വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് പറയുക, പട്ടികവർഗം പട്ടികജാതി അവരെ അപമാനിച്ചു എന്ന് പറയുന്നത് എനിക്കത് തോന്നിയില്ല എന്ന് പറയുന്നത്, ഞാൻ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അദ്ദേഹം എന്ത് വിചാരിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എല്ലാവർക്കും പരിശീലനം കൊടുക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിനിമ ചെയ്യാൻ വരുന്ന നവാഗതർക്ക് പരിശീലനം കൊടുക്കണം മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഒരു വരി നവാഗതർക്ക് പരിശീലനം കൊടുക്കണമെന്നൊരു പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. ഇതിനകത്തൊരു സ്പെസിഫിക്കേഷൻ വന്നു. അത് വന്നത് മനഃപൂർവ്വമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പിന്നീട് പുഷ്പാവതിക്കെതിരായിട്ടുള്ള പരാമർശവും ഉണ്ടായത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഷ്പാവതിക്കെതിരെ ഉണ്ടായ പരാമർശം പറയരുതായിരുന്നു. അദ്ദേഹം അത് ചെയ്ത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അദ്ദേഹം ബാക്കി പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് തെറ്റ് കാണാൻ കഴിഞ്ഞില്ലെന്നേ പറഞ്ഞുള്ളൂ. അത് SC/ST വിഭാഗത്തെ മാത്രം കണ്ടിട്ടല്ല പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഡോക്ടർ ബിജു താങ്കൾ തുടരുന്നുണ്ടോ? യെസ്, അതായത് ഈ പറഞ്ഞ പോലെ നവാഗതർക്ക് പരിശീലനം കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു 3 മാസമെങ്കിലും ഒരു പരിശീലനം ഉണ്ടായിട്ടാണല്ലോ വരേണ്ടത് എന്നുള്ള ഒരു നല്ല അർത്ഥം അതിനകത്തില്ലേ എന്നുള്ള അഭിപ്രായങ്ങളൊന്നല്ല പലയിടത്തുനിന്ന് വരികയാണ്. ഈ 1.5 കോടി 15 പേർക്കോ 30 പേർക്കോ ഒക്കെ വീതിച്ച് നൽകിയാൽ 15 തൊട്ട് 30 വരെ പുതിയ സ്വതന്ത്ര സംവിധായകർ കേരളത്തിൽ ഉണ്ടാകും. അങ്ങനെ സിനിമ എടുക്കാനാവാത്ത, സിനിമ ആഗ്രഹിക്കുന്ന അത്രയും സംവിധായകരുള്ള ഒരു കേരളത്തിൽ അടൂരിനെ പോലെ ഒരാൾ പറയുന്ന പോയിന്റിനെ എന്തുകൊണ്ട് ആ നിലയിൽ കാണുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതിന്റെ പ്രോസസ്സ് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ആളുകളും മാസങ്ങളോളം നീണ്ടുനിന്ന പ്രോസസ്സിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഒക്കെയാണ് അവർ സിനിമ എടുത്തിട്ടുള്ളത്. അവർക്കത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ എന്ത് അർത്ഥത്തിലാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്താലേ നിങ്ങൾക്ക് സർഗശേഷി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ആധിപത്യ മനോഭാവം ഉണ്ടല്ലോ. അത് ശരിയല്ല. ഇവർക്ക് സാങ്കേതികമായ ട്രെയിനിങ്ങുകൾ സ്വാഭാവികമായിട്ടും കൊടുക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ അതൊക്കെ കൊടുത്തിട്ടാണ് ഇവരെ ഈ സിനിമകൾ എടുക്കാൻ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബജറ്റിന്റെ കാര്യം അതൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യമൊക്കെയാണ്. അത് എത്ര രൂപ കൊടുക്കണം എന്നൊക്കെയുള്ളത് ഗവൺമെന്റിന് വേണമെങ്കിൽ 25 വീതം 2 എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ചെയ്യാൻ ഒരു മിനിമം ഒരു ബജറ്റ് വേണമല്ലോ. അതൊരു ആർട്ടിസ്റ്റിക് സിനിമയാണെങ്കിൽ പോലും ഒരു മിനിമം ബജറ്റ് വേണമല്ലോ. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒക്കെ സിനിമ ചെയ്യാമെന്ന് പറയുന്നതിന്റെ ആ സിനിമകളുടെ സാങ്കേതികത എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത്യാവശ്യം സാങ്കേതികതയോടുകൂടി അത്യാവശ്യം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരു മാന്യമായ ബജറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിൽ നിന്നങ്ങ് വല്ലാതെ ചുരുക്കി അതൊരു 10 പേർക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെലിഫിലിമുകളൊന്നും അല്ലല്ലോ എടുക്കുന്നത്, 2 മിനിറ്റിന്റെ 3 മിനിറ്റ് ഷോർട്ട് ഫിലിംസൊന്നും അല്ലല്ലോ എടുക്കുന്നത്. അപ്പൊ അതൊരു പക്ഷേ അദ്ദേഹം പറയുന്നതിനകത്ത് അത്തരത്തിലുള്ള അപാകതകളുണ്ട്. അത്തരത്തിലുള്ള അപാകതകൾ ആര് പറഞ്ഞാലും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്, നമ്മളത് ചെയ്യേണ്ടതാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. ഓക്കെ, നന്ദി ഡോക്ടർ ബിജു നമ്മളോട് പ്രതികരിച്ചതിന്. ഞാൻ ശ്രീമതി കുസുമം, KPMSന്റെ പ്രതിഷേധമാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടൂരിൻ്റെ കോലം കത്തിച്ചുകൊണ്ട് കോലത്തിൽ ചെരുപ്പുമാല ധരിപ്പിച്ചുകൊണ്ടുള്ള എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങൾ കൂടി അതെ ഈ തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ശ്രീ ജോസ് തോമസ് പറയുന്നത് പോലെ അദ്ദേഹത്തെ പോലെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ സംഭാവനകൾ നൽകിയ ഒരാൾ ഇതിനകത്ത് ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്നതിന് മാത്രം ആ തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണോ ഇതെല്ലാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു വശത്തു നിന്ന് ചോദിക്കുമ്പോൾ മറുവശത്തുള്ള പ്രതിഷേധത്തിന് ഇപ്പുറത്ത് ഉയർന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. ശ്രീ കുസും, ഇതിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു
സിനിമ സംവിധായകന് എല്ലാം, സിനിമയുടെ എല്ലാം എന്ന് പറയാം. കാരണം മലയാള സിനിമയെ ലോകോത്തരമാക്കി തീർത്ത ഒരു വലിയ മഹാനാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെ ഒരു ഞാനും കേട്ടത്, ഞാൻ ലൈവ് തന്നെ കേട്ടു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരരുതായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ ശരിക്കും ഇപ്പോഴും എല്ലാവരും പറയുന്നെങ്കിലും എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ചും ദളിതർ. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്നോ, അവർക്ക് എന്തൊക്കെ സ്കോളർഷിപ്പ് അങ്ങനെയുള്ളതെല്ലാം അത് അവരിലേക്കൊന്നും എത്തുന്നുമില്ല. അവർക്കൊട്ട് ഇത് അറിയത്തുമില്ല. പിന്നെയാണ് അവർ ഇനി സിനിമ പിടിക്കാനായിട്ട് എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. കാരണം ഇപ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. 2 വർഷം, അതായത് നീ പട്ടികജാതിക്കാർക്ക് 2 വർഷത്തെ പരിശീലനം അല്ലേ, അതല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് ഇവിടെ നടക്കുന്നുണ്ടോ? അത് 2 വർഷത്തെ പരിശീലനമൊന്നും കൊടുക്കുന്നൊന്നും ഇല്ലല്ലോ. ശരിക്കും ആർക്കും പരിശീലനം കൊടുത്താൽ ഏത് ഫീൽഡിലും തിളങ്ങാം. പക്ഷേ അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആർജവം അല്ലാത്തവരെടുക്കണം. അതൊന്നും ഇവിടെ നടക്കുന്നൊന്നുമില്ല. എനിക്ക് ഈ അടുത്തിടയിൽ നേരിട്ടൊരു വലിയ അനുഭവമാണ്. കാരണം നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയെ സ്കോളർഷിപ്പ് ഉള്ളതൊന്നും അതിനറിയത്തില്ല. ഇല്ലെങ്കിൽ സ്കോളർഷിപ്പുള്ള കോളേജിൽ ചേരത്തുള്ളൂ. അതായത് ഏവിയേഷൻ കോഴ്സ് അയാട്ടയുടെ, ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടെ. അച്ഛന് കൂലി വേലയാണ്. പക്ഷെ നല്ലോണം പഠിക്കുന്ന കാരണം ആ കുട്ടി അതിന് ചേർന്നതാണ്. അച്ഛന് സുഖമില്ലാതായി, അതിൻ്റെ പഠിത്തവും വഴിമുട്ടി. അങ്ങനെ വന്ന് കൗമുദിയിലെ ഒരു പത്രപ്രവർത്തകനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ കുട്ടിയെ ഒന്ന് സഹായിക്കാമോ? ഞാനത് ഏറ്റെടുത്തു. അതിന് 95,000 രൂപയും കൂടെ അടച്ചെങ്കിലേ ആ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അതിന് പഠിക്കാൻ പോകണം. ഞാൻ ഏറ്റെടുത്തെങ്കിലും ഞാനും അതും കൂടാണ് മിനിസ്റ്റർ അടുത്ത് പോയി. മിനിസ്റ്ററൊക്കെ വളരെ സോഫ്റ്റ് കോർണറായിരുന്നു. പക്ഷേ ഡയറക്ടർ അടുത്ത് നിന്ന് തന്നെ എനിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാകുന്ന വാക്കുകൾ കേട്ടു. മിനിസ്റ്ററുടെ PS എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ പക്ഷേ ഞാൻ എഴുതി കൊടുത്തില്ല. അപ്പോഴും ഞാൻ അവരൊരു സ്ത്രീയാണെന്നുള്ള പരിഗണനയാണ് കൊടുത്ത്. എന്താണേലും ഞാൻ നടന്നതിന് പ്രയോജനമുണ്ടായി. 95,000 രൂപ മിനിസ്റ്റർ സ്പെഷ്യൽ ഓർഡർ കൊടുത്തു. അതിൻ്റെ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചു. അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞ് മിടുക്കിയായിട്ട് അതിരിക്കുന്നു. അപ്പോൾ എത്രയോ ഉയരത്തിലെത്തേണ്ട കുട്ടികളാണ് ഇതുപോലെയുള്ള എത്രയോ കുട്ടികൾ കിടക്കുന്നു പട്ടികജാതിയിൽ. അവരിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് ഇവിടെ പ്രൊമോട്ടേഴ്സ് ഉണ്ട് അവരെ സഹായിക്കാൻ. പക്ഷേ അവരൊന്നും ഫീൽഡിലേക്ക് വരുന്നുമില്ല, ഇവരിലേക്കൊന്നും എത്തുന്നുമില്ല. അവരെപ്പോഴും താഴേക്കടയിലുള്ളവർ, അവർ ദളിതർ എപ്പോഴും അങ്ങനെ തന്നെ കിടന്നോട്ടെ. സ്ത്രീകളും അങ്ങനത്തെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം സിനിമ മേഖലയിൽ നേടുന്നേ ഇല്ല എന്നാണ്. പരിശീലനം കിട്ടുകയും അങ്ങനെ ഡോക്യുമെന്ററി സമർപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണല്ലോ. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കയറി വരാൻ പറ്റുന്ന ഒരു 2011 ഇവിടെ ഒരു പരിശീലനം കൊടുത്തല്ലോ. അങ്ങനെ എന്താ വീണ്ടും പരിശീലനം നടത്താത്തത്? അതായത് വൈലോപ്പള്ളി സംസ്കൃതി വെച്ചായിരുന്നു ആ പരിശീലനം നടന്നത്. 3 ദിവസത്തെ പരിശീലനമായിരുന്നു. സജിത മഠത്തിൽ, പിന്നെ ലാൽ സാറ്, മോഹൻലാലില്ല മറ്റേ ലാൽ സാറും ഒക്കെ അതിൽ വന്ന് ക്ലാസ് എടുത്തു. ഞാൻ ലീവ് എടുത്താണ് അതിന് പങ്കെടുത്തതും. ഞാൻ ആ പരിശീലനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡോക്യുമെൻ്ററി തന്നെ എടുത്തു. എന്നെപ്പോലും അത് അത്ഭുതപ്പെടുത്തി. കാരണം എഡിറ്റിങ്ങിന് മാത്രമേ ഞാൻ ആളിനെ പിന്നെ ഒരു സ്റ്റുഡിയോയെ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരിശീലനം സ്ത്രീകൾക്ക് കൊടുക്കാം ഇവിടെ. പിന്നീട് അത് ഒരു ദിവസം പോലും കൊടുത്തതായിട്ടുള്ള അറിവ് എനിക്ക് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം സ്ത്രീകൾക്ക് പരിശീലനം തന്നെ കൊടുക്കട്ടെ. അടൂർ സാർ പറഞ്ഞ പോലെ പരിശീലനം കൊടുക്കട്ടെ. സ്ത്രീകൾ എല്ലാ കാര്യത്തിലും മുന്നിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. അവരെ ഇടിച്ചു താഴ്ത്തി ഇട്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇവരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു വർത്തമാനം അതങ്ങ് മാറ്റിവെച്ചാൽ മതി. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചു. ഞാനൊരു സ്ത്രീയാണ്, അതും പിന്നെ സീനിയർ സിറ്റിസൺ. എൻ്റെ ജോലി കഴിഞ്ഞിട്ടാണ്, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് 3 നിയമങ്ങൾ ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് പിന്നെ ഇവിടുത്തെ IT മേഖലയിലെ സ്ത്രീകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. News 18 തന്നെ എന്നെ എത്രയോ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസ് മേഖലയിലെ പിന്നെ ടീച്ചേഴ്സിന്, പിന്നെ ഡേ കെയർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എത്ര സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. അത് പേപ്പറിലിരിക്കുന്ന ഉള്ള ഒട്ടുമുക്കാലും പേപ്പറിലിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജോലി, വീട്, കുഞ്ഞുങ്ങളെ വളർത്തൽ,
പിന്നെ ഭർത്താവിനെ പരിചരിക്കൽ, ഇങ്ങനെ കുറേ ജോലിയുള്ള സ്ത്രീകൾക്കും ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെ കുറേ നിഷ്കർഷിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് എവള് സിനിമയ്ക്ക് അങ്ങ് കയറി അങ്ങ് പിന്നെ വലിയ ആളാകണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ശരി തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീമതി കുസുമം, നമുക്ക് സംവിധായകൻ VC അഭിലാഷും നമുക്കൊപ്പം ചേരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.